മഴ സമയമായതുകൊണ്ട് കാറ്റൊക്കെ അടിച്ചിട്ടേ കൂട് താഴെ വീഴും. ഇപ്പോൾ ഇവിടെ ഒരു കൂട് കിടപ്പുണ്ട്. അടിയിലൊന്നും ഇല്ല, പക്ഷെ കുരുവിയില്ല. ഇത് മറ്റേ ആൺകിളിയുടെ കൂടാ, മറ്റേ അടിഭാഗം രണ്ട് തുറന്നു കിടക്കുന്നത് അങ്ങനത്തെ കൂടാ. ഇതിനകത്ത് മുട്ട ഇടത്തില്ല. ഇത് ആൺകിളിയുടെ കൂട്. മുട്ട ഇടുന്നത് മറ്റേ താപ്പോട്ട് വാല് പോലെ കിടക്കുന്ന കൂടുകൾ, അതിനകത്തില്ല മുട്ട ഇടത്തുള്ളൂ. ഇതാണ് ഇത് കഴിഞ്ഞ വർഷത്തെ കൂടാ ഈ കിടക്കുന്നത്. എടി ഈ കൂട് പിടിച്ച്, ഇത് പിടിച്ചു, ഈ കൂട് പിടിച്ചു. അത് പുതിയ കൂടാ, അത് ഈ കൊല്ലം വെച്ചതാ. ഇതേ ഇത് പഴയ കൂടാ, ഇത് പെൺകിളിയുടെ കൂടാ. ഇത് കഴിഞ്ഞ വർഷത്തെ കൂടാ. ഇതാണ്ട് പഴക്കൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം. ഏതാ? ആ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ കൂട്. കഴിഞ്ഞ വർഷത്തേന്ന് പറയുമ്പോഴത്തേക്ക് കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്ക് കുരുവികളെല്ലാം മഴ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകും. അപ്പം കൂട് മാത്രം ഇങ്ങനെ തെങ്ങിൽ കാണും. അപ്പോൾ ഇതിങ്ങനെ പഴക്കം ആകുമ്പോഴത്തേക്ക് മഴയൊക്കെ കൊണ്ടിട്ട് ഇത് നശിക്കും. എന്നിട്ട് പിന്നെ പയ്യെ അതിലെ ആ ഓല ഉണങ്ങുമ്പോഴത്തേക്ക് പയ്യെ കാറ്റ് അടിക്കുന്ന ആ മഴ സമയത്ത് ഇതെല്ലാം കൂടെ താഴെ വീഴും. അങ്ങനെയാണ് ഈ പഴയ കൂടെന്ന് പറയുന്നത്. ഇതൊക്കെ അങ്ങനെ വീണായിരുന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാണും. ഇതാ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഒരു 3 എണ്ണം ഉണ്ട്. ഇത് അവളുടെ ആയിരിക്കുന്നത്, അത് പുതിയ കൂട, അത് ഈ വർഷം ഉണ്ടാക്കിയ കൂട. അത് ഈ കാറ്റ് ഭയങ്കരമായിട്ട് ശക്തമാകുമ്പോഴത്തേക്ക് വീഴുന്നതാണ്. പഴയ കൂടുകൾ അതിനകത്ത് പിന്നെ കിളികൾ താമസിക്കത്തില്ല. പിന്നെ വീണ്ടും വന്നിട്ട് പുതിയ കൂടുകൾ തന്നെ വെച്ചിട്ട് അങ്ങനെ താമസിക്കും. എടി ആ കൂട് കാണിച്ച് പൊക്കി നേരെ പിടിച്ച് അല്ലേ. ഇതാണ് ഈ കൊല്ലത്തെ പുതിയ കൂട്. പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ, പാടത്തിൻ്റെ സൈഡിലെല്ലാ തെങ്ങിലും കുരുവികൾ കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് കാണിച്ച് കുരുവി കൂട് കാണിച്ചു. അപ്പോഴാണ് താഴെ കിടന്നൊരു കുരുവി കൂട് കിട്ടിയത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ തെങ്ങുകളിലൊക്കെ കൂടുണ്ട്. ലാസ്റ്റത്തെ ഒരു 3 തെങ്ങിൽ അടുപ്പിച്ച് കൂടുകളാണ് നിൽക്കുന്നത്. ചെറിയ തെങ്ങിലും അതിൻ്റെ തെങ്ങുകളിലൊക്കെ. അവിടെ ഇങ്ങനെ താറാവിനെ തീറ്റുന്നുണ്ട്, താറാവ് കൃഷി അങ്ങനെ പോകുന്നു. ഇവിടെ ഈ തെങ്ങിലാണ് ഒരുപാട് കൂടുതൽ കൂടിരിക്കുന്നത് കുരുവിയുടെ. പിന്നെ ഇപ്പുറത്തെ തെങ്ങിൽ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ കൂടുകളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും ഈ ക്യാമറ വെച്ച് ലെൻസ് സൂം ചെയ്യാൻ പറ്റില്ല, അല്ലാതെങ്കിൽ കാണാമായിരുന്നു, നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഈ സൈഡ് ഫുള്ള് പാടമാണ്. ഇവിടെ ഫുള്ള് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞുള്ളൂ. കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ താറാവിനെ തീറ്റാനായിട്ട് താറാവ് കൃഷിക്കാർ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ താറാവുണ്ട്, ഒരു 300-ന് മേലിൽ താറാവുണ്ട്. പിന്നെ ഈ തെങ്ങിലാണ് ഫുള്ള് കൂടുകളാണ് കുരുവിയുടെ. ഇത് ഫുള്ള് കൂടാണ്. അപ്പോൾ ഈ തെങ്ങിൽ നിന്ന് ഇങ്ങനെ കാറ്റടിച്ചപ്പോൾ താഴെ വീണ കൂടാണ് ഈ കാണുന്നത്, ഈ കൂട്. പക്ഷെ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷെ കുരുവിയുള്ള സമയത്ത് ഇവിടെ പകൽ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരുന്നു. ഫുൾ കുരുവികളുടെ കരച്ച് സൗണ്ട് മാത്രമായിട്ട് കേൾക്കാം. നല്ല അതൊരു പ്രത്യേക ഒരു വൈബ് മൂഡ്. എനിക്കിതിൻ്റെ കൂടുതൽ കളക്ഷനുണ്ട്. ഞാൻ ഈ കൊയ്ത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, കൊയ്ത്ത് തുടങ്ങുന്നതിന് 2 മാസം മുന്നേ തന്നെ കുരുവികൾ ഇവിടെ വന്ന് കൂട് വെച്ചിട്ട് ഇങ്ങനെ താമസം തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവിടുന്ന് വീണ് കിടന്ന കാറ്റത്ത് വീഴുന്ന കൂടുകളൊക്കെ ഞാൻ കൊണ്ടുവരുന്നു. പക്ഷേ അത് എൻ്റെ ഇരിക്കുന്ന ഒരു കൂട് പഴയ കഴിഞ്ഞ വർഷത്തെ കൂടാണ്. ഒരെണ്ണം ഈ കൊല്ലം വീണയാണ്. ഇടയ്ക്ക് ഇങ്ങനെ മഴ തുടങ്ങിയപ്പോഴത്തേക്ക് കാറ്റ് ഭയങ്കരമായിട്ട് ശക്തമായപ്പോഴത്തേക്ക് കൂട് താഴെ വീണായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഫ്രഷ് ഒരു കൂടുമുണ്ട് ഈ വർഷത്തെ. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു കൂടുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് കിട്ടിയത് അതുപോലത്തെ ആൺകിളിയും പെൺകിളിയും കൂടെ ഉള്ള കൂടാണ്. ആണ്. അതിൽ ഇങ്ങനത്തെ അടിഭാഗത്ത് 2 വാതിലുള്ള കൂടെന്ന് പറയുന്നത് ആൺകിളിയുടെ കൂടാണ്. കുരുവികൾ മൊത്തം പോയിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ പഴയതിനെക്കാട്ടിലും കുറവാണ്. അതങ്ങനെ ഈ 2 ലെയറായിട്ടുള്ളത്. അതെ, 2 ലെയറായിട്ടുള്ളത് അടിയിൽ ആൺകിളിയുടെ കൂട്, അതിൻ്റെ തൊട്ട് മേലെ പെൺകിളിയുടെ, അതിങ്ങനെ മുട്ടയിട്ടിരിക്കും. അങ്ങനത്തെ കൂടുകളാണ്. ഇനിയിപ്പോൾ മഴയും കൂടെ തുടങ്ങും ഭയങ്കര അപ്പോഴത്തേക്ക് കുരുവികളെല്ലാം ഇവിടുന്ന് പോകും. ഇതേ കൂട് നേരെ പിടിച്ച്. പക്ഷെ കാണാൻ തന്നെ ഭംഗിയില്ല. ഇതിൻ്റെ പ്ലാസ്റ്റിക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ അതിന് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് കാണത്തില്ല. ഇതന്നെ കണ്ടില്ലേ എന്ത് ഫിനിഷിങ്ങാണ്. അടിയിൽ കണ്ടോ കയറാനുള്ള വാതിൽ, ഇത് ഇറങ്ങാനുള്ള വാതിൽ, നടുഭാഗത്ത് അതിങ്ങനെ ഇരിക്കാൻ കാണാനുണ്ടോ. പക്ഷെ ഇതിലാണെങ്കിൽ മറ്റേ
വലിയ കിളികളൊക്കെ വന്നിട്ടേ ഇതിൻ്റെ മുട്ട തിന്നാനായിട്ട് കയറും. അപ്പം അങ്ങനെ ഇത് തമ്മിലേ രാവിലെ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം. ആ സമയത്ത് ഇത് തമ്മിൽ ഫൈറ്റ് ആകും. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ഇടുന്ന സമയത്തൊക്കെ ഈ കൂടുകൾ നശിച്ചിട്ടെ ഇത് പൊട്ടി താഴെ വീഴാറുണ്ട്. അങ്ങനെ വീഴാറുണ്ട്. ആണ് അതിൽ കിളിയുണ്ട്. പക്ഷേ കിളികൾ കുറവാണ് ഇപ്പം. കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാടെണ്ണം പോയി. ഒരുപാട് കൂടുകൾ ഫ്രീ ആയിട്ട് കിടക്കുക. പക്ഷെ അതിലൊന്നും കിളികളില്ല. കുരുവികളൊക്കെ പോയി. ഇപ്പോൾ കുറച്ച് എനിക്കൊന്ന് ഈ മുട്ടയൊക്കെ ഇട്ടിരിക്കുന്ന കുരുവികളുണ്ടല്ലോ, വിരിയാനായിട്ട് കുഞ്ഞൊക്കെ ഇട്ടിരിക്കുന്നത്, അങ്ങനത്തെ കുരുവികൾ ഇവിടെ തന്നെയാണ്. ഇതിങ്ങനെ പറക്കാറാകുമ്പോഴത്തേക്ക് അങ്ങനെ പോകും. ബാക്കിയൊക്കെ വിട്ടുപോകും. പക്ഷെ ഇപ്പം പൊതുവേ ഇവിടെ കൂടുകൾ കുറവാണ്. കാരണം ഈ സൈഡിലൊക്കെ ഈ കൊല്ലമൊന്നും കൃഷിയൊന്നുമില്ല. ഈ കൊല്ലം തന്നെ പൊതുവേ കുറേ വർഷമായിട്ട് കൃഷികൾ കുറവാണ്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടുകൾ ഒരുപാട് കുറവാണ്. മറ്റേ ഈ സൈഡിലും ഈ റോഡ് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡിലും കൃഷികളുള്ള സമയത്ത് ഈ തെങ്ങിലെല്ലാം ഭയങ്കരമായിട്ട് ഒരുപാട് കൂടുകളുണ്ടായിരുന്നു. ആ കൂട് കിട്ടുന്നത് നല്ലാണ്, ഭയങ്കര ഹൈറ്റില്ല. ആ തെങ്ങിൽ തന്നെ കുറേ കൂടുകളുണ്ട്. ഒരു 20 മേലെ കൂടുകളുണ്ട്. പിന്നെ ഈ തെങ്ങിലുണ്ട്. ഈ തെങ്ങിലാണ് ഇഷ്ടം പോലെ കൂട്. 20 ഒന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. ആ ഓലയിൽ തന്നെ ഒരു 10 കൂടുകളോളം വരുന്നുണ്ട്, പല ഡിസൈനിലായിട്ട്.